സോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വരെ വന്ന ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കണ്ടിട്ട് വരിക. ഇതിപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ്. നമ്മളിപ്പോൾ ഉള്ളത് പൂമ്പാറയിലാണ്. ഇന്ന് കുളിച്ച് ഫ്രഷായി ഇനി ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് മാറ്റണം. ഫോൺ ചാർജിലിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പവർ ബാങ്ക് അതെല്ലാം ചാർജാക്കി മാക്സിമം ഇതൊക്കെ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് മാറ്റണം. നമ്മുടെ വണ്ടി ഈ താഴെ ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ മുന്നോട്ട് പോയിട്ട് കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മളങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് അവിടെ ഇങ്ങനെയായിരുന്നു, ആ റൂമിൽ. നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് നോക്കിയാൽ പൈൻ ഫോറസ്റ്റ്, ഫുൾ ആൻഡ് ഫുൾ പൈൻ ഫോറസ്റ്റാണ്. ഞാൻ വണ്ടി ഓഫ് ചെയ്തിരിക്കുന്നുണ്ടോ, ഈ ഹെൽമെറ്റ് വെക്കാൻ. നമ്മൾ കുറച്ചും കൊണ്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ടതാണ് പൂമ്പാറ വില്ലേജ് തന്നെ. പക്ഷേ ഞാൻ കൊടൈക്കനാൽ ഇതിനു മുമ്പ് വന്നപ്പോൾ ഈ ഒരു സ്പോട്ട് വരെ വന്നത്. അവസാനം ഞാൻ ഇവിടെ വന്ന് പിന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. നോർമലി ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് ഗുണ കേവ് കാണാനും അതുപോലെ തന്നെ നമ്മുടെ ഡോൾഫിൻ നോസ്, പിന്നെ അങ്ങോട്ട് കുറേ സ്ഥലങ്ങളുണ്ട്, പൈൻ ഫോറസ്റ്റ്, അതൊക്കെ കണ്ടങ്ങ് തിരിച്ചു പോവുക. അപ്പോൾ നമ്മളിന്ന് എന്തായാലും കുറച്ച് വില്ലേജുകളിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതാണ്, പൂണ്ടിയിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇങ്ങോട്ടൊന്ന് പോയി റൗണ്ട് അടിച്ച് വരാനാണ് പ്ലാൻ. ഇന്നലെ നമ്മൾ വ്ളോഗിൽ പറഞ്ഞതിനകത്തൊരു ചെറിയ തിരുത്തുണ്ടായിരുന്നു. നമ്മൾ ആദ്യമേ പൂണ്ടിയിലേക്ക് പോകാമെന്നും പറഞ്ഞാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, കൊടൈക്കനാൽ ആ ലേക്കിൻ്റെ അടുത്ത് വെച്ചിട്ട്. അപ്പോൾ അത് നമുക്ക് നേരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോ എടുത്തു വരുന്നതുകൊണ്ട് തന്നെ ടൈം നല്ല രീതിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ടൈമിലൊന്നും ഇവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും പൂമ്പാറ കുറച്ചുകൂടെ കിലോമീറ്റർ കുറവാണ്, അവിടെ എവിടെയെങ്കിലും സ്റ്റേ നോക്കാമെന്നും പറഞ്ഞാണ് നേരെ പൂമ്പാറയിലേക്ക് പോയത്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് പൂണ്ടി അങ്ങോട്ടൊക്കെ കവർ ചെയ്ത് തിരിച്ചു വരാമെന്നാണ് പ്ലാൻ ഇട്ടിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ രാവിലെ പൂണ്ടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമ്മൾ പൂണ്ടി റൂട്ടിലാണ് കേട്ടോ. ഇവിടൊക്കെയാണോ മുമ്പ് കാട്ടുതീ എന്തോ പിടിച്ചിരുന്നത് ആന്ന് തോന്നുന്നു. കാരണം ഫുള്ള് കരിഞ്ഞൊക്കെ ഇരിക്കുന്നു. നോക്കിയേ എന്തൊരു അടിപൊളിയാന്ന് നോക്കിയേ മോനെ, ഒന്നും പറയാനില്ല. കർവൊക്കെ ചെയ്തു പോകാൻ പറ്റും കേട്ടോ. ശരിയും കർവ് ചെയ്യണ്ട. ഞാൻ നേരത്തെ ഒന്ന് സ്കിഡായിരുന്നു, ഇവിടെ അല്ല വന്ന ടൈമിൽ. റൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്.
ആനിമൽ ക്രോസിങ്ങിൻ്റെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നു. ചെയ്യണ്ടേ, നിങ്ങൾക്കിനത്ര കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഇതുവഴി വരുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വരിക. നമ്മൾ ബൈക്ക് എടുത്തിട്ട് തന്നെ വരണം കേട്ടോ, എങ്കിലേ നമുക്ക് ഈ റൂട്ട് എക്സ്പീരിയൻസ് മനസ്സിലാവൂ. ഭയങ്കര അടിപൊളിയാണ് ഇതുവഴി ബൈക്ക് ഓടിക്കാൻ. ഓക്കെ, എന്താ ഞാൻ പറയാ അതിന്. എൻ്റെ മോനെ ഓക്കെ. ശരിക്കും ബ്യൂട്ടി എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരണേന്ന് എനിക്കറിയില്ല കേട്ടോ, അത്ര പീക്കാണ്. ഓ, കൂക്കാൽ 8 കിലോമീറ്റർ. കൂക്കാൽവോ പൂണ്ടി ഈ റൂട്ടാന്ന് തോന്നുന്നു കേട്ടോ, പക്ഷെ അവിടെ ബോർഡിനകത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. വിചാരിക്കുന്നിടത്തോട്ടൊന്നുമല്ല നമ്മളെ യാത്ര എത്തിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നായിരുന്നു തിരിഞ്ഞ് കൂക്കാലിലേക്ക് പോയത്. ഇത് കണ്ട ബോർഡ് വെച്ചിരിക്കുന്നത്. നമ്മൾ കൂക്കാൽ പോയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത് കൂക്കാലിലൊരു വാട്ടർഫോളുണ്ട്, അത് കാണാനായിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ എത്തിയിട്ട് ഈ ഒരു ലേക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ആ വാട്ടർഫോൾസിലോട്ട് ആൾക്കാരെ ഒന്നും വിടുന്നില്ല, അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വെച്ച കാര്യമൊന്നുമില്ല. എന്തായാലും അവിടെ വരെ ഞങ്ങൾ പോയി. പിന്നെ പോന്ന വഴിക്ക് ഒരു ബ്രോനെ പരിചയപ്പെട്ടു. തേനിക്കുന്നതാണ് കേട്ടോ പുള്ളി, എൻ്റെ വണ്ടിയുടെ അടുത്തായിട്ട്. പുള്ളിൻ്റെ പേര് വിവേക് എന്നാണ്. കൂക്കൽ പോയ ആ റൂട്ടിൽ കണ്ടേ, അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ എന്തായാലും പൂണ്ടിക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയെന്നേ ഉള്ളൂ. എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം. ആ, അത് ഈ റൂട്ടല്ല, അങ്ങ് അല്ല, ഇതുവഴി പോകാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി അടുത്ത പോകുന്നത് മന്നവന്നൂരാണെന്ന് തോന്നുന്നു, അടുത്ത് ചെന്ന് എത്തുന്നത്. കൂക്കലിൽ പോയി അവിടുത്തെ വാട്ടർഫോൾസ് ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വന്നതൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമ്മളിപ്പോൾ പൂണ്ടി മന്നവന്നൂർ ആ റൂട്ടിലാണ്. വേണ്ട 5 കിലോമീറ്റർ ഒരു മയിൽക്കുറ്റി കിടക്കുന്നത്. ആദ്യം എത്തുന്നത് മന്നവന്നൂരാണെന്ന് തോന്നുന്നു. അതിനുശേഷം നേരെ പൂണ്ടി, ഏതാണ്ട് 12 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ റോയി എൻ്റെ കൂടെ ഉണ്ട്, ബാക്കിലാണ്, വണ്ടി ഓടിച്ച് വരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരുന്ന വഴിക്ക് പരിചയപ്പെട്ടെന്ന്.
റൂട്ട് നോക്കിയേ, ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ. മന്നവന്നൂർ ലേക്ക്, ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ബോർഡൊക്കെ വെച്ചിരിക്കുന്നു. ആ കാണുന്നതായിരിക്കില്ലേ? ആ കാണുന്നതാണെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് പോയി നോക്കാം. 5 കിലോമീറ്റർ അപ്പുറം തോന്നുന്നില്ലേ? കറങ്ങിയ റൂട്ട് കറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കും മിക്കവാറും അവിടെ ആയിരിക്കും എത്തുന്നത്. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വിവേക് ബ്രോ. ഇപ്പോൾ കൂക്കാൽ പോകുന്ന റൂട്ടിൽ പരിചയപ്പെട്ടിരുന്നതാണ്. നൈസാണ്. പുള്ളിയും ഒരുപാട് യാത്ര ഒന്നും ചെയ്ത ആളല്ല, പക്ഷേ ഇപ്പോൾ 2-3 ദിവസം ലീവ് കിട്ടിയപ്പോൾ ഇറങ്ങിയാണ്. എന്തോ ഫിനാൻസിൽ എന്തോ വർക്ക് ചെയ്യുക പുള്ളി. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇപ്പോൾ ക്ലാവര റൂട്ടിൽ വെച്ച് പിടിക്കുന്നത്. ഇപ്പോൾ വണ്ടിക്കകത്തിരുന്നേനെ. പൂണ്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് എത്തുന്നത് മന്നവന്നൂർ ആ ഒരു ഭാഗത്താണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ മന്നവന്നൂർ ഷീപ്പ് ഷെഡിൻ്റെ അടുത്താണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് കാണാൻ വന്നതാണ്. ഇവിടെ ഷീപ്പുകളൊന്നും ഇല്ല. നമ്മളങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. അങ്ങോട്ടെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ മന്നവന്നൂർ ലേക്ക് ആ ഭാഗത്തായിരുന്നു. അതൊക്കെ കണ്ടു നമ്മൾ. എൻ്റെ വീഡിയോ ഞാൻ ചെറുതായിട്ടൊക്കെ എടുത്തുള്ളൂ, വലുതായിട്ട് അവിടെ കാണാനൊന്നുമില്ല. പിന്നെ ഷീപ്പ് ഷെഡുണ്ട്, അതും അവിടെ അത് സംഭവമൊന്നുമില്ല, ആടൊന്നും അവിടെ കാണാനില്ല. അപ്പോൾ അമ്മാരെ പുറത്തോട്ടുണ്ടാകെ വിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത്, എന്തുവാന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ പൂണ്ടിയാണെന്ന് തോന്നുന്നു അടുത്ത സ്പോട്ട്. പിന്നെ ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വല്ലട്ടെ കാണിച്ചു തരാം. അവിടെ ഒരു 20 രൂപ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്ന ടൈം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. നല്ല വെയിൽ. മധുരൈ, കോയമ്പത്തൂർ.
ഇങ്ങോട്ടാ? ഇതാണ് കേട്ടോ മന്നവന്നൂർ ഗ്രാമം. ഈ കാണുന്നതൊക്കെ ആ താഴെ കാണുന്നത് കൃഷിയൊക്കെ കേട്ടോ. എന്തുവാണെന്നറിയാൻ വയ്യ. കോളിഫ്ലവർ എന്തോ ആണെന്ന് തോന്നുന്നു. കാവൂഞ്ചി 5 കിലോമീറ്റർ, പൂണ്ടി 6 കിലോമീറ്റർ, ക്ലാവര എന്നെന്തോ ആണ് പറയുന്നത്. പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന സ്പെല്ലിംഗ് ഒക്കെ കണ്ടിട്ട് വേറെന്തോ. അപ്പോൾ അതാണ് ലാസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് കൊടൈക്കനാലിൻ്റെ. അവിടുന്ന് അങ്ങോട്ട് പിന്നെ വഴിയൊന്നുമില്ല, നമ്മൾ തിരിച്ചിങ്ങി അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ വരെ പോയി കണ്ട് കറങ്ങി തിരിച്ചിറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ അവിടെ നിന്നാണെന്ന് തോന്നുന്നു വട്ടവടയ്ക്ക് ഏതാണ്ടൊരു ഫോറസ്റ്റ് റൂട്ട് 12 കിലോമീറ്റർ വരുന്നു. അപ്പോൾ അവിടെ നിന്നാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പം 250 കിലോമീറ്റർ അങ്ങോട്ട് കറങ്ങിയാണ് പോകുന്നത്. ഇവിടെ നിന്ന് മലകൾ കവർ ചെയ്ത് അപ്പുറത്തോട്ട് ഇറങ്ങാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ പോകാറുണ്ടെന്നാണ് ഞാൻ പല വീഡിയോസിലും കേട്ടിട്ടുള്ളത്. എനിക്കതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമില്ല. നമ്മൾ പൂണ്ടിയിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്നുള്ളത് വ്യൂ കാണിച്ചു തരാം. ഈ ഒരു വില്ലേജിനെ പൂണ്ടി എന്നറിയപ്പെടാൻ കാരണം ഇവിടെ കൂടുതലായും പൂണ്ടാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് കണ്ടോ, ഇത് ഫുൾ ആൻഡ് ഫുൾ പൂണ്ടും പിന്നെ അതുപോലെ മറ്റ് കൃഷികളും ഉണ്ട്. എന്നാലും കൂടുതലായും ഇവിടെ കൃഷി ചെയ്യുന്നത് പൂണ്ടാണ്. പൂണ്ടെന്ന് വെച്ചാൽ അറിയാമല്ലോ. അതുപോലെ തന്നെ വേണ്ട നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. അവിടെ ഒരു ചെറിയൊരു വാട്ടർ ഫോൾസ് എനിക്കിവിടെ അത്യാവശ്യം കാണാൻ പറ്റും. ഈ പോകുന്ന വഴിക്കാണെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നീങ്ങുകയാണ്. ഇവിടുന്ന് ആ ഒരു പച്ച ബോർഡ് കണ്ടില്ലേ, ഇതിനകത്തോടെ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല. ആ പച്ച ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നു പ്ലാവരയ്ക്ക് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 3 കിലോമീറ്റർ, നേരെ പോകുന്നത് പോലൂർ എന്ന് പറയുന്നൊരു ഗ്രാമമാണ് കേട്ടോ. അങ്ങോട്ടേക്ക് 2 കിലോമീറ്ററോ. പ്ലാവര റൂട്ടിലേക്ക് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ, നിങ്ങളൊന്ന് കണ്ടു നോക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഞാൻ അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്നുള്ളൊരു കാഴ്ചയോട് കാണിച്ചു തരുന്നത്.
ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ക്ലാവര വില്ലേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ താഴ്ഭാഗത്ത് കുറേ മഡ് ഹൗസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ കുറേ അധികം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്ന് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ നമ്മൾ ക്ലാവരയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വരെയുള്ളൂ. കൊടൈക്കനാലിലെ ലാസ്റ്റ് വില്ലേജാണ്. ഇനി നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് മുകളിലോട്ടൊന്ന് പോയി നോക്കണം, അത്രേ ഉള്ളൂ. ഈ കാണുന്നതാണ് കേട്ടോ വട്ടവടയിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് ഫോറസ്റ്റ് റൂട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ക്ലാവരയിലാണ്. ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ളതാണെന്ന് തോന്നുന്നു, കറക്റ്റായി അറിയില്ല. ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരുപാടധികം മഡ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ. ഇങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ ക്ലാവര കവർ ചെയ്തായിരുന്നു. ഇപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് തന്നെയാണ് ഈ പോലൂർ എന്ന് പറയുന്നൊരു ഗ്രാമം കൂടി ഉണ്ട്. അതും കൂടി കവർ ചെയ്ത് തിരിച്ചിറങ്ങാനാണ് പ്ലാൻ. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ആയിട്ടൊരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല.